ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബാറ്റർ മൈ ഹാർട്ട് പോയം ബൈ ജോൺ ഡൺ. ജോൺ ഡൺ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റാണ്. ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് സോണറ്റ് 14. സോണറ്റ് 14 ഓർ ബാറ്റർ മൈ ഹാർട്ട്. ഈ സോണറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1633 സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന കളക്ഷനകത്താണ്, എഡിഷനകത്താണ് ഈ സോണറ്റ് 14 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 19 ഹോളി സോണറ്റ്സ് ഉള്ളതിൽ 14ാമത്തെ സോണറ്റ് ആണ് ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്നത്. 19 ഹോളി സോണറ്റ്സ്. ഈ 19 ഹോളി സോണറ്റ്സിനെ നമുക്ക് ഡിവൈൻ മെഡിറ്റേഷൻസ് എന്നും വിളിക്കാം. ജോൺ ഡൺ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ് ആണെന്ന് നമുക്കറിയാം. ഇതൊരു മെറ്റാഫിസിക്കൽ പോയം ആണ്. ജോൺ ഡൺ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡെയറിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണിത്. ഈ സോണത്തിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് പാരഡോക്സ് ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. പാരഡോക്സ് ഓഫ് ഡെത്ത്. രണ്ട് മെറ്റഫേഴ്സ്, 2 metaphors ആർ യൂസ്ഡ് ഹിയർ. 2 metaphors ഉപയോഗിച്ചിട്ടുണ്ട്. എ ബിസേജ്ഡ് കാസിൽ ആൻഡ് മാരേജ്. അപ്പോൾ ഫസ്റ്റ് മെറ്റഫർ ഏതാണ്? എ ബിസേജ്ഡ് കാസിൽ. രണ്ടാമത്തെ മെറ്റഫർ മാരേജ്. ഈ പോയത്തിന്റെ ഫോം ഒരു പ്രെയർ ആയിട്ടാണ്. എ പ്രെയർ ടു ദി ഗോഡ്. എ പ്രെയർ ടു ദി ഗോഡ്. ഗോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 പേരാണ്. ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ട്രിനിറ്റി എന്ന് പറയും, ത്രിത്വം. ഗോഡ് along with Jesus and the Holy Ghost. God along with Jesus and the Holy Ghost. അപ്പൊ ഇവരോടുള്ള, അതായത് ടോട്ടലി ദൈവത്തോടുള്ള ഒരു പ്രെയർ ആയിട്ടാണ് ഈ സോണറ്റ് എഴുതിയിരിക്കുന്നത്. ഈ പോയത്തിലെ സ്പീക്കർ പറയുവാണ്, ദൈവത്തോട് പറയുവാണ്, ഓൾമൈറ്റിയോട് പറയുവാണ്, ബ്രേക്ക് ആൻഡ് റീമേക്ക് ഹിം ആസ് എ വെസൽ. അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന തീം ഇവിടെ ആപ്ലിക്കബിൾ ആവുകയാണ്. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. റീമേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റീബർത്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ് റീമേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെസലിനെ പോലെ ബ്രേക്ക് ചെയ്യുക, ഒരു വെസലിനെ പോലെ അതിനെ റീമേക്ക് ചെയ്യുക, പൊട്ടിച്ചിട്ട് അതിനെ റീമേക്ക് ചെയ്യുക എന്ന് പറയുവാണ്. അങ്ങനെയാണ് സ്പീക്കർ ഇപ്പോൾ അത് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പൊട്ടിച്ച് റീമേക്ക് ചെയ്ത് പുതിയൊരാളാക്കി മാറ്റാൻ ഇവിടെ സ്പീക്കർ ആവശ്യപ്പെടുവാണ് ദൈവത്തിനോട്. അപ്പൊ ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? വയലന്റ് ആയിട്ട് ദൈവം അദ്ദേഹത്തിന്റെ ഈ സ്പീക്കറിന്റെ ലൈഫിലേക്ക് ഇടപെടണം എന്ന് പറയുവാണ്. ദൈവത്തിന്റെ രീതികൾ എങ്ങനെയാണ്? മൈൽഡ് വേസ് ആണ്, വളരെ ജെന്റിൽ വേസ് ആണ് ദൈവം സ്വീകരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ജെന്റിൽ ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള രീതികൾ ഒഴിവാക്കിയിട്ട് സ്റ്റേൺ മെഷേഴ്സ് ഉപയോഗിക്കണം, സ്ട്രോങ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിക്കണം, വയലന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിക്കണം. എന്തിനാണ്? ടു റീക്ലെയിം ഹിം ഫ്രം ദി ക്ലച്ചസ് ഓഫ് ഡെവിൾ. ഡെവിളിന്റെ കയ്യിലാണ് ഇപ്പോൾ സ്പീക്കർ. ആ ഡെവിളിന്റെ കയ്യിൽ നിന്നും ഈ സ്പീക്കറിനെ മോചിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റീക്ലെയിം ചെയ്യണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? വളരെ സ്റ്റേൺ ആയിട്ടുള്ള, വയലന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിക്കണമെന്ന് പറയുവാണ്. ദൈവത്തിന്റെ ജെന്റിലായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ഇവിടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുവാണ്, സ്പീക്കർ പറയുവാണ്, ദ ലോർഡ് ടു ബാറ്റർ ഹിസ് ഹാർട്ട്. ബാറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് വയലന്റ്ലി എന്നാണ് അർത്ഥം. അങ്ങനെ സ്ട്രോങ് ആയിട്ട്, വയലന്റ് ആയിട്ട് തട്ടി തകർക്കുക, തട്ടി വിളിക്കുക, തട്ടുക എന്നാണ്. ഇപ്പൊ ഈ സ്പീക്കറിന്റെ മനസ്സിനൊരു കോട്ടയായിട്ട് കരുതുവാണെങ്കിൽ, കോട്ടയുടെ വാതിലായിട്ട് കരുതുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തട്ടി തകർത്ത് ഉള്ളിലേക്ക് കയറി വരാനാണ് സ്പീക്കർ ഇവിടെ ദൈവത്തിനോട് പറയുന്നത്. ബ്രേക്ക്, ബ്ലോ ആൻഡ് ബേൺ ആൻഡ് മേക്ക് ഹിം ന്യൂ. The speaker is like a besieged town whose viceroy is held captive by the enemy. അതായത് ഒരു വൈസ്രോയി, ബിസീജ്ഡ് ടൗൺ എന്നാണ്, ശത്രുക്കളാൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു ടൗണിന്റെ വൈസ്രോയെ പോലെയാണ് സ്പീക്കർ. എനിമി അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്നു, അതിൽ നിന്നും രക്ഷപ്പെടുത്തുക. ഇവിടെ സ്പീക്കറിന്റെ ഡിലേനെ പറ്റി പറയുന്നുണ്ട്. that he loves God but he is now like a woman
betrothed to God's enemy Satan. ദൈവത്തോടുള്ള അമിതമായ ഇഷ്ടമുണ്ടെങ്കിലും ഒരു സൈത്തന് കല്യാണം കഴിച്ചു കൊടുക്കപ്പെട്ട ഒരു സ്ത്രീയെ പോലെയാണ് ബിട്രോത്ത്, അതായത് മാരേജ്, സൈത്തന് മാരേജ് ചെയ്യപ്പെട്ടു കൊടുത്ത ഒരു സ്ത്രീയെ പോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുവാണ്. ദൈവത്തിനോട് ഇഷ്ടവുമുണ്ട്, പക്ഷെ സൈത്തൻ അല്ലെങ്കിൽ ഡെവിൾ അല്ലെങ്കിൽ ഈവളിന്റെ കയ്യിലാണ് ഈ സ്പീക്കർ ഉള്ളത്. ഇതാണ് സോണറ്റ് 40 എന്ന് പറയുന്നത്. ഇത് ജോൺ ഡാനിന്റെ ഹോളി സോണറ്റ്സ്, 19 ഹോളി സോണറ്റ്സ് എന്ന് പറയുന്ന കളക്ഷനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ഡിവൈൻ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സോണറ്റ് 14. അതിനെ നമുക്ക് ബാറ്റർ മൈ ഹാർട്ട് എന്ന് വിളിക്കാം. അപ്പം മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ്, മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലല്ല ഒരു സബ്ജക്റ്റിനെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ പോയം എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് സിലബസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പോയം കൂടിയാണിത്. പിന്നെ നമുക്ക് നെറ്റിനും JRFനും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ജോൺ ഡണ്ണിന്റെ ഒരു പോയം ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്ന പോയം നമുക്ക് എക്സാമിനും വരുവാണെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.